ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഇന്ത്യയിലെ ഇന്നലെ കാശ്മീരിൽ നടന്ന തീവ്രവാദി ആക്രമണത്തിൽ ഏകദേശം 30-ഓളം അടുത്തിരുന്ന ആൾക്കാരുടെ ജീവൻ ബലികൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഈ ഭീകരാക്രമണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടന്നത് രണ്ട് പിന്നെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്ന്, നമ്മളുടെ പ്രധാനമന്ത്രി സൗദി അറേബ്യ സന്ദർശിക്കുന്ന വേളയിൽ. രണ്ട്, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്ന വേളയിൽ അവസരത്തിൽ. ഇത് രണ്ടും പ്രധാനപ്പെട്ട രണ്ട് ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട ഇൻസിഡൻറ്റിനെ നമുക്ക് ഈ ഒരു തീവ്രവാദ പ്രവർത്തനം അല്ലെങ്കിൽ ആക്രമണമായിട്ട് നമുക്ക് എങ്ങനെ ബന്ധപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചില വിശകലനങ്ങൾ അല്ലെങ്കിൽ വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാം, പണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിൻ്റൺ ഇന്ത്യ സന്ദർശിച്ച സമയത്ത് ഇതുപോലെ തന്നെ കാശ്മീരിൽ വളരെ ശക്തമായിട്ടുള്ള തീവ്രവാദ ആക്രമണം ഉണ്ടാവുകയും കുറേ സിഖുകാരെയൊക്കെ തീവ്രവാദികൾ കൊല ചെയ്യപ്പെടുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അത് നമുക്ക് ഈ അവസരത്തിൽ ഓർമ്മിക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉള്ള സമയങ്ങൾ തീവ്രവാദികൾ പൊതുവെ തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നമ്മുടെ മിലിറ്ററി, ഇപ്പം പട്ടാളക്കാരുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ സുരക്ഷാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെങ്കിൽ പട്ടാളക്കാർക്കെതിരെയോ അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷാ ഭടന്മാർക്കെതിരെയോ അല്ലെങ്കിൽ നമ്മുടെ ആർമി ക്യാമ്പോ അല്ലെങ്കിൽ അതുപോലുള്ള നമ്മുടെ ഏതെങ്കിലും മിലിറ്ററി ക്യാമ്പോ ഒക്കെയാണ് ഈ പറഞ്ഞ തീവ്രവാദികൾ ആക്രമിക്കുന്നതെങ്കിൽ നമുക്കതിനൊരു സ്വാഭാവികത നമുക്ക് ഉണ്ടെന്ന് പറയാം. പക്ഷേ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തൊരു അസ്വാഭാവികതയുണ്ട്. അതവർ തരുന്ന മെസ്സേജ് ഒരു വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു യുണീക്കായിട്ടുള്ള മെസ്സേജാണ് തീവ്രവാദികൾ അല്ലെങ്കിൽ തീവ്രവാദികളെ അയച്ചവർ. തീവ്രവാദികളെ അയച്ചതാരാണ് ശരിക്കും? തീവ്രവാദികളെ അയച്ചത് അല്ലെങ്കിൽ സ്പോൺസർ ചെയ്യുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമാണ്. പാകിസ്ഥാൻ്റെ ISI എന്ന് പറയുന്ന നൊട്ടോറിയസ് ആയിട്ടുള്ള ഇൻ്റലിജൻസ് ഏജൻസിയാണ് ഇതിൻ്റെ എല്ലാം ബിഹൈൻഡ് ദ സീനിൽ നിന്ന്, കർട്ടന് പുറകിൽ നിന്ന് ഈ ചുക്കാൻ പിടിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും, ലോകത്തിനെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അവരെ ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം തിരഞ്ഞെടുക്കുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതുപോലുള്ളൊരു ഓപ്പറേഷൻ സിവിലിയൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അക്രമം അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ നടത്തുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അതിൻ്റെ ഈ പറഞ്ഞ രണ്ട്, നമ്മളുടെ പ്രൈം മിനിസ്റ്റർ സൗദിയിലേക്ക് പോവുകയും അതുപോലെ തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുന്ന ആ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും അതിൻ്റെയും കൂടെ വെളിച്ചത്തിൽ നമുക്കിതിനെ ഒരു അതിനൊരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുത്ത സമയത്തിനൊരു പ്രത്യേകതയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അതുതന്നെയല്ല, അതിനപ്പുറം നമ്മളുടെ ആർട്ടിക്കിൾ 370 റദ്ദാക്കി കാശ്മീരിനെ ഏകദേശം അതിൻ്റെ സ്റ്റേറ്റ് ഹുഡൊക്കെ എടുത്തു കളഞ്ഞത് കേന്ദ്രഭരണ പ്രദേശങ്ങളൊക്കെ ആക്കി മാറ്റിയതിന് ശേഷം കാശ്മീരിൽ ഏകദേശം വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ, പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇതുവരെ ചെറിയ ചെറിയ തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ ഈ മോഡിയുടെ ഇപ്പോഴത്തെ ഭരണകൂടം വന്നതിന് ശേഷമോ അല്ലെങ്കിൽ അതിന് തൊട്ടു മുന്നേ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും ഇത്ര പുൽവാമ പോലെ അല്ലെങ്കിൽ ഇത്രയും ഒരു രൂക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ ഭീകരമായിട്ടുള്ളൊരു തീവ്രവാദ പ്രവർത്തനം നമുക്ക് ഈ അടുത്ത കാലത്തൊന്നും ഇതുവരെ കാണുവാനോ കേൾക്കാനോ സാധിച്ചില്ല. അപ്പം ഈ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ ഇപ്പോൾ നമുക്കറിയാം, ഏകദേശം കാശ്മീരിലെ ടൂറിസം ഒക്കെ വളരെ ശക്തമായിട്ട് അല്ലെങ്കിൽ ശക്തി പ്രാപിച്ചു വരുന്നൊരു കാലഘട്ടമാണ്. കൂടുതൽ ടൂറിസ്റ്റുകൾ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒക്കെ തന്നെ കാശ്മീരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ വർഷം തന്നെ ഏറ്റവും കൂടുതൽ പിന്നെ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ വർഷം തന്നെ 2024, ഈ വർഷമല്ല 2024. അപ്പോൾ 2024 ഇവിടെ പറയുന്നത് കഴിഞ്ഞ വർഷം 2.3 കോടി സന്ദർശകരാണ് ഈ പറഞ്ഞ കാലയളവിൽ ഏറ്റവും തിരക്കേറിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നാണ് കാശ്മീർ എന്ന് പറയുന്നത്. കാശ്മീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അതിൻ്റെ പല വശങ്ങളും അല്ലെങ്കിൽ പല സ്ഥലങ്ങളും തന്നെ സ്വിറ്റ്സർലൻഡിനൊപ്പം അല്ലെങ്കിൽ ഒരു മിനി സ്വിറ്റ്സർലൻഡൊക്കെ ആയിട്ടാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് നമുക്ക്. അപ്പം ഈ ഒരു പിന്നെ മൂവ്മെൻറ്റിന് ശേഷം, ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷം, ഇപ്പോൾ ഈ ഒരു പിക്ചറിൽ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം, വളരെ ഇത് നമുക്ക് തീർച്ചയായിട്ടും
ഇത് നമുക്ക് കാശ്മീരാണെന്ന് അറിയില്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും ഈ ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ സ്വിറ്റ്സർലൻഡോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും എന്താണ് പറയുന്നത് സ്കാൻഡിനേവിയൻ നേഷൻസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഇല്ല, ഈ ഒരു ഭൂപ്രകൃതി കണ്ടു കഴിഞ്ഞാൽ അതുപോലെ. അപ്പോൾ ഇത് കാശ്മീരിൻ്റെ ഒരു ഫോട്ടോ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത്രയ്ക്ക് ഈ സ്വിറ്റ്സർലൻഡ് അല്ലെങ്കിൽ അതുപോലുള്ള യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് കിടപിടിക്കുന്ന തരത്തിലുള്ള ഡെമോഗ്രഫിയിലെ ജിയോഗ്രഫിയാണ് നമ്മുടെ കാശ്മീരിനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വൻതോതിലുള്ള ടൂറിസത്തിന് സ്കോപ്പുള്ള അല്ലെങ്കിൽ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ 80കളുടെ അവസാനം മുതൽ കഴിഞ്ഞ 10-30 അല്ലെങ്കിൽ 40 വർഷമായിട്ട് അവിടെ നിലനിൽക്കുന്ന ഈ പറഞ്ഞ തീവ്രവാദ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ട് തന്നെ ഈ പറഞ്ഞ ആ, ജമ്മു ആൻഡ് കാശ്മീരൊക്കെ ടോട്ടലി ഈ നശിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രത്യേകിച്ച് അതിൻ്റെ ടൂറിസം എന്നുള്ള മേഖലയൊക്കെ തന്നെ വളരെയധികം പിന്നോട്ട് പോവുകയും, കാരണം ലോകത്തിലെ ജനങ്ങൾക്കൊന്നും അവിടെ എത്തിച്ചേരാൻ സാധിക്കത്തില്ല. കാരണം ഏത് സമയത്ത് എവിടെയാണ് ബോംബ് പൊട്ടുന്നതെന്നും വെടിവെപ്പുണ്ടാകുന്നതെന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. എല്ലാ സ്ഥലങ്ങളും ഒട്ടുമിക്ക മിലിറ്ററൈസ്ഡ് ആണ്. പട്ടാളക്കാരെ കൊണ്ടും അതുപോലെ തന്നെ പാരാമിലിറ്ററി ഫോഴ്സിനെ കൊണ്ടും CRPF അല്ലെങ്കിൽ പിന്നെ ഏതാണ് വേറെ BSF അല്ലെങ്കിൽ ഈവൻ ജമ്മു കാശ്മീരിൻ്റെ പോലീസ്, ഇന്ത്യൻ ആർമി, അപ്പോൾ ഇവരെ എല്ലാം ഡിപ്ലോയ് ചെയ്തിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും. അതുപോലെ തന്നെ മിലിറ്റൻസ് ഏതെല്ലാം സ്ഥലങ്ങളിൽ എങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ ഓപ്പറേഷൻസ് ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ടൂറിസം എന്ന് പറയുന്ന മേഖലകൾ വളരെ താറുമാറായി ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇപ്പോൾ. അപ്പോൾ അതിനെ തീർച്ചയായിട്ടും ഇതിന് ഇപ്പം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഏത് സംഭവം എടുത്തു നോക്കിക്കഴിഞ്ഞാലും ആ ഒരു സംഭവത്തിന് ഒരുപക്ഷെ പല ഡയമെൻഷൻസ്, പല ആംഗിൾസ് ഉണ്ടാകും. പല ആംഗിളിൽ കൂടെ മാത്രമേ നമുക്കതിനെ പിന്നെ വിശകലനം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമുക്കിപ്പോൾ കൃത്യമായിട്ടുള്ള വിവരണങ്ങളൊന്നുമില്ല, ആർക്കും തന്നെ ഇല്ല. ഇപ്പം നമ്മുടെ ഇൻ്റലിജൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്തൊരു സംഭവമായതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ളൊരു നുഴഞ്ഞുകയറ്റവും തീവ്രവാദികളുടെ ഈ ഭീകരവാദ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഭരണകൂടത്തിനും ഇൻ്റലിജൻസ് ഏജൻസിക്കൊക്കെ താഴെയുള്ള ബാക്കിയുള്ള ഘടകങ്ങൾക്കും നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർക്കൊന്നും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രവർത്തനം ഇപ്പോൾ അവർ പിന്നെ ഓപ്പറേറ്റ് ചെയ്തു അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്തു, പാകിസ്ഥാൻ്റെ ശരിക്കുള്ള ഉദ്ദേശം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമുക്ക് കൃത്യമായിട്ടുള്ള ബോധ്യം ഇപ്പോൾ ഇല്ല. പക്ഷേ നമുക്ക് ചില അനുമാനങ്ങൾ മാത്രമേ നമുക്ക് പിന്നെ ഏതൊരു സമയത്തും ഉണ്ടാകുന്ന സംഭവത്തിൽ നമ്മൾ അസ്യൂം ചെയ്യുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ ചില ഡോട്ട്സ് കണക്ട് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും നമുക്ക് ചില ഡോട്ട്സുകൾ കണക്ട് ചെയ്യാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനാണ് ജമ്മു ആൻഡ് കാശ്മീർ സമാധാനത്തിലേക്ക് തിരിച്ചു വരുന്നു. പിന്നെ അവിടെ ഈ പറഞ്ഞ ലോക്കൽ എക്കോണമി, ടൂറിസം എല്ലാം വളരെ നല്ല രീതിയിൽ പിന്നെ മുന്നോട്ട് പോകുന്നു. രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരെല്ലാം തന്നെ കാശ്മീരിലേക്ക് ഈ ടൂറിസത്തിനായി വരുന്നു. പിന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള വേൾഡ് അല്ലെങ്കിൽ ഗ്ലോബൽ ടൂറിസ്റ്റുകൾ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകളൊക്കെ വരുന്നു. അങ്ങനെ തീർച്ചയായിട്ടും കാശ്മീരിൻ്റെ ടോട്ടൽ ലാൻഡ്സ്കേപ്പ്, പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ് എല്ലാം തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീവ്രവാദ ആക്രമണം ഉണ്ടാകുന്നതും. അപ്പോൾ ഈ ആക്രമണത്തിൻ്റെ ഒരു സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാശ്മീരിൽ സമാധാനമില്ല, ഇപ്പോഴും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഏരിയയാണ്, ഇവിടേക്ക് നിങ്ങളാരും വരരുത്, നിങ്ങൾക്ക് വരാൻ പറ്റിയ ഒരു സ്ഥലമല്ല എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കാനും കൂടിയായിരിക്കും ഒരുപക്ഷെ ഈ തീവ്രവാദികളുടെ. കാരണം തീവ്രവാദികൾ ഏത് ഗ്രൂപ്പായാലും ശരി അവർ സ്വന്തമായിട്ട് ചെയ്യുന്നതല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം അവരുടെ പിന്നിൽ മാസ്റ്റേഴ്സ് ഉണ്ട്. അതിപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യമായിരിക്കാം തീർച്ചയായിട്ടും. അപ്പോൾ ഏത് രാജ്യമാണെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ടറിയാം. പ്രധാനപ്പെട്ട ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ തന്നെ ആയിരിക്കും. പിന്നെ അവരുടെ കൂടെ മറ്റേതൊക്കെ രാജ്യങ്ങൾ ഇവർക്ക് ആയുധങ്ങളും അല്ലെങ്കിൽ ഫണ്ടിങ്ങും ഒക്കെ നൽകുന്നുണ്ട്, പാകിസ്ഥാൻ വഴി അവർക്ക് നൽകുന്നുണ്ടെന്നുള്ളത് പിന്നത്തെ കാര്യം. പക്ഷേ പാകിസ്ഥാനാണ് ഇതിൻ്റെ പ്രൈം മൂവർ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. പിന്നെ രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ ആഭ്യന്തരമായിട്ടുള്ള വിഷയങ്ങളാണ്. പാകിസ്ഥാൻ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ബലൂചിസ്ഥാനിലും അതുപോലെ അവരുടെ ഈ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ് എന്ന് പറയുന്ന സ്ഥലങ്ങളിലും പിന്നെ മറ്റ് പാകിസ്ഥാൻ്റെ ആഭ്യന്തരമായിട്ടുള്ള പല മേഖലകളിലൊക്കെ പാകിസ്ഥാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ശക്തമായിട്ടുള്ള തിരിച്ചടികൾ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ, അത് മിലിറ്ററി സിവിലിയൻ ഭരണകൂടത്തിനെതിരെ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ശക്തമായിട്ടുള്ള തിരിച്ചടികൾ, പാകിസ്ഥാൻ താലിബാൻ അതിൻ്റെ ഭാഗത്തുനിന്ന് അവർക്കുള്ള ശക്തമായിട്ടുള്ള തിരിച്ചടികൾ, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ വന്നപ്പോൾ പാകിസ്ഥാൻ, കാരണം താലിബാനെ പ്രൊമോട്ട് ചെയ്തും വളർത്തിയെടുത്തൊക്കെ പാകിസ്ഥാനാണ്. താലിബാൻ അവിടെ ഭരണത്തിൽ വന്നപ്പോൾ വളരെയധികം സന്തോഷിച്ചത് പാകിസ്ഥാനാണ്. പക്ഷേ അതിനുശേഷം
പാകിസ്ഥാന്റെ കൈപ്പിടിയിൽ നിന്നും താലിബാൻ വഴുതി മാറിപ്പോകുന്ന ഒരു കാഴ്ചയും, ഇപ്പോൾ ഇന്ത്യയും താലിബാൻ, അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ തമ്മിൽ നല്ല ബന്ധങ്ങൾ പുലർത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാനെ അത് വളരെയധികം അരോചകമായി തീർന്ന ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ബലൂചിസ്ഥാനിലെ കഴിഞ്ഞ മാസം ഉണ്ടായിട്ടുള്ള ആ ട്രെയിൻ ഹൈജാക്കിങ്ങും, അല്ലെങ്കിൽ അവിടെ സ്ഥിരമായിട്ട് ബലൂജികളുടെ ഭാഗത്തു നിന്നും പാകിസ്ഥാനെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ, അപ്പോൾ ഇതെല്ലാം പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യയാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ എന്നാണ് പാകിസ്ഥാന്റെ ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അതിന് തെളിവുകളൊന്നും അവർക്ക് ലോക സമൂഹത്തിൻ്റെ മുമ്പിൽ ഇതുവരെ കൊടുക്കുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ള വേറൊരു കാര്യം. പിന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഈ പറഞ്ഞ ഇന്ത്യയുടെ വളർച്ചയിൽ അസൂയാലുക്കളായിട്ട്, അല്ലെങ്കിൽ വളർച്ചയിൽ അവർക്ക് ആശങ്കയുണ്ട് പാകിസ്ഥാന്. അത് തീർച്ചയായിട്ടും ഇന്ത്യയെ തളർത്തുക എന്നുള്ള പാകിസ്ഥാന് മാത്രം ആഗ്രഹമല്ല, ഇപ്പോഴത്തെ ബംഗ്ലാദേശിൻ്റെ പ്രത്യേകിച്ച് ചൈനയുടെയൊക്കെ തന്നെ. അപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും കൂടുതൽ സന്തോഷകരമാകുന്നത് ചൈനയ്ക്കൂടെ ആയിരിക്കും തീർച്ചയായിട്ടും അവർ. അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഒരു തീവ്രവാദ പ്രവർത്തനം ഇപ്പോൾ ഇങ്ങനെ ടൈം ചെയ്തത്. പിന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് സന്ദർശന വേളയിൽ ഇങ്ങനെ തീവ്രവാദ പ്രവർത്തനം ഉണ്ടാകുമ്പോൾ അതിനെ കൂടുതൽ കാശ്മീർ ഇപ്പോഴും ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു സ്ഥലമാണ്, അല്ലെങ്കിൽ അവിടെ ഇപ്പോഴും പ്രശ്നങ്ങൾ സോൾവ് ആയിട്ടില്ല എന്നുള്ളത് ഗ്ലോബലൈസ് ചെയ്യാൻ വേണ്ടി, ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇതൊരു സംസ്ഥാന വിഷയമാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി. പിന്നെ സൗദിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന അവസരത്തിൽ എന്തുകൊണ്ടാണ് അതിനെ ഒരു ടൈമിങ്ങും ഇതുമായിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം സൗദി ഇപ്പോൾ ഇന്ത്യയായിട്ട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. പഴയതിലൊക്കെ മാറി ഇപ്പോൾ കൂടുതൽ ഇന്ത്യയുടെ സൗഹൃദങ്ങൾ സ്ഥാപിക്കുകയും കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള, അതുപോലെ തന്നെ പ്രതിരോധ മേഖലയിലൊക്കെ തന്നെ കൂടുതൽ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ നമുക്ക് അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഈ പാകിസ്ഥാൻ ഇറിറ്റേറ്റ് ആയിട്ട് ഈ പറഞ്ഞ സൗദിക്കും അതുപോലെ തന്നെ അമേരിക്കയ്ക്കും ഒക്കെ തന്നെ ഒരു മെസ്സേജ് കൊടുത്തതാകാം എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. അതിനെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില അനാലിസിസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് ഈ കാശ്മീരിൽ ഇപ്പോൾ പുഷ്ടി പ്രാപിച്ചുകൊണ്ടിരുന്ന ഈ ടൂറിസം, അല്ലെങ്കിൽ സഞ്ചാരികളുടെ വിശ്വാസം, ടൂറിസത്തിലേക്ക് ആകൃഷ്ടരായിട്ടുള്ള ആൾക്കാരുടെ വിശ്വാസം തിരിച്ചു പിടിക്കുന്നതിൽ നമ്മൾ ഒന്ന് വിജയിച്ചു വരുന്നതിനിടയിലാണ് ഈ പറഞ്ഞ ഭീകരമായിട്ടുള്ള ആക്രമണം. അപ്പോൾ അവിടെ രാജ്യം മൊത്തവും ഇപ്പോൾ ഈ പറഞ്ഞ നമുക്കൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ട്, ഒരു അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ ഒരു അശാന്തി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കാശ്മീരിലെ ടൂറിസത്തിന് വളരെ കനത്ത തിരിച്ചടിയും ആണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ നിക്ഷേപമെല്ലാം, കാരണം യൂസഫ് അലിയെ പോലുള്ള ആൾക്കാരൊക്കെ അവിടെ വൻതോതിലുള്ള നിക്ഷേപങ്ങൾ നടത്താൻ വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടെ ആയിരുന്നു. അപ്പോൾ അതിനൊക്കെ ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു എന്താണ് പറയുന്നത്, ഹിറ്റ് ബാക്ക് അല്ലെങ്കിൽ സെറ്റ് ബാക്കാണ് ഈ ഒരു തീവ്രവാദ പ്രവർത്തനം. അപ്പോൾ അവരുടെ ശരിക്കുള്ള ഉദ്ദേശം അത് തന്നെയാണ് ശരിക്കും പറഞ്ഞത്. ഈ തീവ്രവാദ പ്രവർത്തനം, ഭീകര പ്രവർത്തനം നടത്തിയ ഗ്രൂപ്പിൻ്റെയും അവരെ പ്രൊമോട്ട് ചെയ്ത പാകിസ്ഥാൻ്റെയൊക്കെ ഉദ്ദേശം അത് തന്നെയാണ്. കാശ്മീരിൽ ഒരിക്കലും പീസ്, ശാന്തി, സമാധാനം ഉണ്ടാകരുത്. അതെപ്പോഴും പോഞ്ഞുകൊണ്ടിരിക്കണം. അത് പോഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമേ പാകിസ്ഥാനിലെ ഭരണകൂടത്തിന് അവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ട് കാശ്മീർ ഒരു വിഷയമാക്കി നിർത്തുക എന്നുള്ളത് എന്നും പാകിസ്ഥാൻ്റെ ഒരു അജണ്ട തന്നെയായിരുന്നു. അപ്പം അവിടെ ഒരു രീതിയിലുള്ള സമാധാനവും ഉണ്ടാകത്തില്ല. ഇനിയിപ്പോൾ ഇന്ത്യ നാളെ അവിടെ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി പാകിസ്ഥാനോടൊപ്പം തയ്യാറാണെങ്കിൽ തന്നെ പാകിസ്ഥാനിലെ ഡീപ് സ്റ്റേറ്റ് അതിനെ അട്ടിമറിക്കുകയും തീർച്ചയായിട്ടും ആ സമാധാന ശ്രമങ്ങളൊക്കെ അതിനെ അവർ ഇല്ലാതാക്കുകയും ചെയ്യും. അത് നമ്മൾ പണ്ട് മുതലേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം പാകിസ്ഥാനിലെ ഡീപ് സ്റ്റേറ്റ് ഉണ്ട്. ആ ഡീപ് സ്റ്റേറ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മിലിറ്ററി, ISA എല്ലാം അവിടുത്തെ ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ആ ഡീപ് സ്റ്റേറ്റ് ഒരിക്കലും കാശ്മീരിൽ അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സമാധാനം ഉണ്ടായി കാണുവാനും കാശ്മീർ പ്രശ്നം സോൾവ് ചെയ്യപ്പെട്ട് കാണാൻ ആ ഡീപ് സ്റ്റേറ്റ് ആഗ്രഹിക്കുന്നില്ല. അപ്പം നമ്മളുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ സ്റ്റെപ്പ് നമ്മൾ എടുക്കാൻ തയ്യാറാണെന്ന് അവരോട് പറയുകയാണെങ്കിൽ തന്നെയും അവർ ഫോർമലായിട്ടൊക്കെ ഔപചാരികമായിട്ടൊക്കെ അതിനെ സംബന്ധിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയൊക്കെ കൈ കൊടുക്കുകയൊക്കെ ചെയ്യുമെങ്കിൽ തന്നെയും, പക്ഷേ അത് പിന്നീട് വളരെ ശക്തമായിട്ട് അട്ടിമറിക്കപ്പെടുന്ന ഒരു ചരിത്രമുണ്ട്. അതങ്ങനെ ഒരു സംഭവം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി സൗദി അറേബ്യയിലായിരുന്നു. ആ സൗദി അറേബ്യയിലെ സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി തീർച്ചയായിട്ടും ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. അത് എപ്പോഴായാലും എല്ലാ രാഷ്ട്ര നേതാക്കളും അങ്ങനെ തന്നെ ചെയ്യുന്നതാണ്. അവരുടെ രാജ്യത്തൊരു എമർജൻസി അല്ലെങ്കിൽ ഇതുപോലുള്ള ക്രിട്ടിക്കൽ കണ്ടീഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ വിദേശ രാജ്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ അവർ തിരിച്ചെത്താറുണ്ട്. അപ്പോൾ ഇത്
രാജ്യത്തെ നടുക്കിയൊരു ഭീകരാക്രമണം എന്തിനാണ്? കാരണം നമ്മൾ വളരെ എല്ലാവരും എന്താണ് പറയുന്നത് ഒരു സന്തോഷം എന്താ ഒരു ആശ്വാസത്തിലിരിക്കുന്നത്. കാരണം കാശ്മീരിൽ ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഏകദേശം പഴയ പോലുള്ള ഭീകരാക്രമണങ്ങളൊന്നും ഇപ്പം നമ്മൾ പൊതുവെ കേൾക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ നോർമൽ ആയി വരികയായിരുന്നു എന്നുള്ളൊരു ആശ്വാസം ഇന്ത്യയിലെ ജനങ്ങൾക്കൊക്കെ ഉള്ളൊരവസരത്തിലാണ് ഇങ്ങനെ പെട്ടെന്നൊരു അപ്രതീക്ഷിതമായിട്ട്, ഓക്കെ, എല്ലാ ഭീകരാക്രമണവും അപ്രതീക്ഷിതമായിട്ടാണ് എന്ന് തന്നെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള നമ്മുടെ സെക്യൂരിറ്റിക്ക് പോലും ലാപ്സ് ഉണ്ടാകുന്ന തരത്തിലാണ് ഈ ഒരു ടെറർ അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള രക്ഷിതാവസ്ഥയ്ക്കൊപ്പം ടൂറിസം മേഖലയിലൊക്കെ കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ആശങ്കയുണ്ട്. ഇനി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇന്ത്യ ഏത് തരത്തിലുള്ള ഒരു ആക്ഷൻ എടുക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് രാത്രിയിൽ പക്ഷേ ഇപ്പോൾ നമ്മളുടെ ഗവൺമെൻറ് തലത്തിൽ ഉയർന്ന യോഗം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കാം. അത് കഴിഞ്ഞോന്നറിയില്ല. അപ്പോൾ അതിനുശേഷം മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഇതിനോടുള്ള പ്രതികരണം എന്തായിരിക്കും. എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ചില കടുത്ത നടപടികൾ എടുക്കാതിരിക്കാൻ ഗവൺമെൻറ് കഴിയത്തില്ല. കാരണം ഗവൺമെൻറ് അതുപോലെ സമ്മർദ്ദത്തിലാകും എന്നുള്ള കാര്യത്തിൽ സംശയം പറ്റും. അപ്പോൾ ഇതിനകത്തിലെ ഒരു മലയാളിയും 2 വിദേശികളും ഉൾപ്പെടെ 27 പേരാണ് കൊല്ലപ്പെട്ടതെന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പറയുമ്പോൾ. എനിക്ക് തോന്നുന്നു മരണസംഖ്യ ഇതിലും കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഒട്ടനവധി വിനോദസഞ്ചാരികൾ കാശ്മീരിലുണ്ട്. കാശ്മീരിൽ ഉള്ള സന്ദർശിക്കാൻ പോയ ആൾക്കാരിൽ നിന്നാണ് ഈ പറഞ്ഞ തീവ്രവാദികളിൽ നിന്ന് ഈ പറഞ്ഞ ഒരു എന്താണ് പറയുന്നത് അക്രമം ഏറ്റുവാങ്ങേണ്ടി വന്നത്. അപ്പോൾ അവധിക്കാലമായതുകൊണ്ട് ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ തന്നെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നൊക്കെ നിരവധി സംഘങ്ങൾ കാശ്മീർ യാത്രയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. കാരണം ഭീകരമായിട്ടുള്ള അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഇനി ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ളൊരു നിലപാടുണ്ടാകും, ശക്തമായിട്ടുള്ള നിലപാടുണ്ടാകുമെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാനെതിരെ സർജിക്കൽ സ്ട്രൈക്ക് പോലുള്ള ചില പരിപാടികൾ ചിലപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ടി വരുമായിരിക്കും. പിന്നെ ഓഹരി വിപണിയിലൊക്കെ തീർച്ചയായിട്ടും ഇതുപോലുള്ള വിഷയങ്ങളുണ്ടാകുമ്പോൾ ഓഹരി വിപണിയൊക്കെ അത് കാര്യമായിട്ട് ബാധിക്കും. ജമ്മു ആൻഡ് കാശ്മീർ ബാങ്കിൻ്റെ ഓഹരികൾ 6% താഴോട്ട് പോയെന്നൊക്കെ ഉണ്ട്. പ്രധാനമന്ത്രി സൗദിയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം ജദ്ദയിൽ അദ്ദേഹത്തിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അതെല്ലാം വെട്ടി ചുരുക്കിയിട്ടാണ് ഡൽഹി വിമാനത്താവളിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും അതുപോലെ നമ്മുടെ വിദേശകാര്യ മന്ത്രിയും ഒക്കെ ആയിട്ട് അടിയന്തര ചർച്ച നടത്തുകയും അതുപോലെ തന്നെ നമ്മുടെ ആഭ്യന്തരമന്ത്രി ഹോം മിനിസ്റ്റർ പെട്ടെന്ന് തന്നെ കാശ്മീരിലേക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ പുടിൻ ഉൾപ്പെടെ മറ്റു പല നേതാക്കളും ഈ ഭീകരാക്രമണത്തെ അപലപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ കാര്യമൊക്കെ അപലപിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ നമുക്ക് വേണ്ട സപ്പോർട്ടൊന്നും ആരും വേണ്ട സമയത്ത് തരത്തില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അവിടെ കുടുങ്ങിയിട്ടുള്ള സഞ്ചാരികളെ അല്ലെങ്കിൽ ടൂറിസ്റ്റുകളെ കൊണ്ട് എയർ ഇന്ത്യ, ഇൻഡിഗോ എയറും ഒക്കെ തന്നെ കൂടുതലായിട്ടുള്ള വിമാനങ്ങളൊക്കെ ഏർപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് ഈ വാർത്തയിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം 2.3 കോടി സന്ദർശകർ അവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടലും അതുപോലെ തന്നെ കോവിഡ് ലോക്ക്ഡൗണിന് ശേഷം സന്ദർശകരുടെ എണ്ണമൊക്കെ വൻതോതിൽ വർദ്ധിച്ചു വരികയായിരുന്നു. അപ്പോൾ കാശ്മീരിൽ പൊതുവെ നോർമൽസി അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ നിലനിൽക്കുന്നു എന്നുള്ളൊരു എന്താണ് പറയുന്നത് അതിൻ്റെ ഒരു വെളിച്ചത്തിലാണല്ലോ തീർച്ചയായിട്ടും. കാരണം നമുക്കിപ്പോൾ ഒരു തോന്നലുണ്ടല്ലോ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്ക് സമാധാനമായിട്ട് നമുക്ക് പോയിട്ട് തിരിച്ചു വരാമെന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷ എല്ലാ മനുഷ്യർക്കും ഉണ്ട്, ഇന്ത്യയിലും അതുപോലെ തന്നെ ലോക സഞ്ചാരികൾക്കും ടൂറിസ്റ്റുകൾക്കും എല്ലാം തന്നെ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒട്ടനവധി ആൾക്കാർ അവിടെ ചെല്ലുവാനിടയായത്. അപ്പോൾ ഈ പറഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് പ്രത്യേകിച്ച് ഈ പറഞ്ഞ 370 ആർട്ടിക്കിൾ എടുത്ത് റദ്ദാക്കിയതിന് ശേഷം അവിടുത്തെ ലോക്കൽ ഗവൺമെൻറ് തന്നെ ടൂറിസത്തിനായിട്ടുള്ള ഒത്തിരി പ്ലാനുകൾ പദ്ധതികളൊക്കെ നടപ്പാക്കി വരികയാണ്. അപ്പം അവരുടെ ഏറ്റവും ഒരു മെയിൻ സ്റ്റേ ആണല്ലോ ടൂറിസം എന്ന് പറഞ്ഞാൽ കാശ്മീർ എന്ന് പറഞ്ഞാൽ. അപ്പം വിനോദസഞ്ചാരമായിട്ട് ബന്ധപ്പെട്ട് മെഗാ ഈവൻറ്റിലൊക്കെ സംഘടിപ്പിക്കാൻ തുടങ്ങി. G20 ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പ് ഉച്ചകോടി ശ്രീനഗറിൽ നടന്നത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് നമ്മുടെ ഈ ടൂറിസത്തെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനും ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കാനും ഒക്കെ വേണ്ടിയാണ് തീർച്ചയായിട്ടും. അപ്പോൾ കാശ്മീർ സുരക്ഷിതമാണ് എന്നുള്ളൊരു ബോധ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ തന്നെ ഒരു ഉത്തരവാദിത്തമായതുകൊണ്ട് ഈ പറഞ്ഞ പരിപാടികളൊക്കെ തന്നെ, കാരണം ഇത്രയും നാളും അവിടെ നടക്കാത്ത സംഭവങ്ങളൊക്കെയാണ് കാശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നടക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിലൊക്കെ G20 ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പ് ഉച്ചകോടിയൊക്കെ തന്നെ ശ്രീനഗറിൽ നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്രയും നാൾ നമുക്ക് കാശ്മീരുമായിട്ട് ബന്ധപ്പെടുത്തി കാണാൻ കഴിയാത്ത ചില കാര്യങ്ങളാണ്.
അപ്പോൾ ഈ അക്രമം നടന്ന പഹൽഗാം എന്ന് പറയുന്ന സ്ഥലം ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 3000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയൊരു പീക്ക് ടൈമാണ്. അപ്പോൾ അവിടെ ഒരു മിനി സ്വിറ്റ്സർലൻഡ് എന്നാണ് പറയുന്നത്. കാശ്മീരിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള സ്ഥലമാണെന്നാണ് ഈ പറഞ്ഞ സ്ഥലത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ താഴ്വരയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി വിദേശികൾ ഉൾപ്പെടെ ഒത്തിരി ടൂറിസ്റ്റുകൾ അവിടെ എത്താറുണ്ട്. ഇനിയും തീർച്ചയായിട്ടും ഈ ഒരു ആക്രമണം ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ വിദേശ സഞ്ചാരികളും അതുപോലെ തന്നെ ആഭ്യന്തരമായിട്ടുള്ള വിനോദസഞ്ചാരികളൊക്കെ തന്നെ അവിടെ എത്തിപ്പെടേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട്, അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. 10,000 ദിവസം അവിടെ എത്തുന്ന സീസണാണത്. കാരണം ഏപ്രിൽ മെയ് ആ, ഈ പറഞ്ഞ ഒരു ടൂറിസ്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സീസൺ ടൈമാണ് ശരിക്കും പറഞ്ഞാൽ. അമർനാഥ് ഗുഹകളിലേക്കുള്ള പ്രവേശന പാത, അതിൻ്റെ കൂടെ തന്നെ പൈൻ മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ട്രെക്കിംഗ് പാത കൂടിയാണ് പഹൽഗാം. അപ്പോൾ തീവ്രവാദികൾക്ക് തീർച്ചയായിട്ടും അവരുടെ ഈ പറഞ്ഞ ആക്രമണം നടത്താൻ പറ്റിയ രീതിയിലുള്ള ചില ഒരു ജിയോഗ്രഫി കൊണ്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നമ്മളുടെ പിന്നെ സെക്യൂരിറ്റി ഇൻ്റലിജൻസ് പേഴ്സണലൊക്കെ ഇതിനകത്തിൽ ആ, അത്രയ്ക്ക് ശ്രദ്ധ കാണിച്ചില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ ഉണ്ട്. കാരണം എന്തായാലും കാശ്മീരാണ്, നമുക്ക് പാകിസ്ഥാനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളുടെ ആഭ്യന്തരമായിട്ടുള്ള ചില ആ, നയങ്ങൾ നമ്മൾ രൂപീകരിച്ചു എന്നതിലുപരി പാകിസ്ഥാൻ അതുകൊണ്ടൊന്നും മാറിയിട്ടില്ല. പാകിസ്ഥാൻ ഇപ്പോഴും നമ്മളെ ഏത് രീതിയിലും തകർക്കുവാനും ആക്രമിക്കുവാനും നമുക്കെതിരെ ഏം, തീവ്രവാദ പ്രവർത്തനം നടത്താനും ഒക്കെ തന്നെ ഇപ്പോഴും വളരെയധികം ശക്തമായിട്ട് തന്നെ കാത്തിരിക്കുകയാണ്. ഏത് അവസരങ്ങളും അവരെ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ അവർക്ക് കഴിയുമെന്ന് അവർ തെളിയിച്ചിട്ടുണ്ട്. ഈ ഒരു ടെറർ ഓപ്പറേഷനും തീർച്ചയായിട്ടും അതിൽ ഇപ്പോൾ പിന്നെ ഗോൾ അടിച്ചിരിക്കുന്ന പാകിസ്ഥാനാണ്. കാരണം അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ തീർച്ചയായിട്ടും അവരുടെ ലക്ഷ്യങ്ങൾ ഫസ്റ്റ് ഫേസിൽ അവർക്ക് നേടാൻ സാധിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല. കാരണം പൊതുവെ കാശ്മീരിലും പിന്നെ നമ്മുടെ ഗവൺമെൻറ് തലപ്പത്തും രാജ്യത്തൊട്ടാകെ ഒരു ഫിയർ സൈക്കോസിസ്, ഒരു ഭയപ്പാട് ഉണ്ടാക്കിയെടുക്കുവാൻ ഈ ഒരു അറ്റാക്ക് കൊണ്ട് അവർക്ക് സാധിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല. അപ്പോൾ കേരളത്തിൽ നിന്ന് ഒട്ടനവധി പിന്നെ രാജ്യത്തിൻ്റെ വിവിധ കേരളം ഉൾപ്പെടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ടൂർ ഓപ്പറേറ്റർമാർക്ക് ഇത് വളരെ ഒരു ബൂം ടൈമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട് തീർച്ചയായിട്ടും ഒത്തിരി പേര് കാശ്മീരിലേക്ക് പോകാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ തൽക്കാലം അവരോടൊക്കെ കാത്തിരിക്കാൻ വേണ്ടിയാണ് ഈ ടൂർ ഓപ്പറേറ്റർമാർ പറഞ്ഞിട്ടുള്ളത്. കാരണം ഇനി എന്തോരം തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ളൊരു എന്താണ് പറയുന്നത്, ഒരു ആ, തീരുമാനം അറിയാതെ തീർച്ചയായിട്ടും അതിനകത്തിൽ യാതൊരു മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പോൾ ട്രാവൽ ഏജന്റുമാരെ സംബന്ധിച്ച് നമുക്കറിയാം, ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്കൊക്കെ അവരുടെ ബിസിനസ്സിനെ കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ടൂറിസമാണ് കാശ്മീരിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മേഖല, ഇക്കോണമിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മെയിൻ സ്റ്റേ ടൂറിസം ആയതുകൊണ്ട് തീർച്ചയായിട്ടും ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ആൾക്കാർ ഇതിനകത്തിൽ ഏർപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് കാശ്മീരിൽ മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും കാശ്മീരിലേക്ക് പോകാൻ ഒത്തിരി ആളുകൾ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയുടെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലെ ടൂർ ഓപ്പറേറ്റേഴ്സിനെയൊക്കെ സംബന്ധിച്ച് ഇത് ഒരു കനത്ത തിരിച്ചടിയായിട്ടാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ഏറെക്കാലമായിട്ട് സമാധാനമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു, പ്രത്യേകിച്ച് നമ്മുടെ 370 സ്ക്രാപ്പ് ചെയ്തതിന് ശേഷം. പക്ഷേ ഇപ്പോൾ ഈ ഒരു പ്രശ്നം വന്നുകൊണ്ട് നമുക്ക് അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് നമുക്ക് സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകുമോ അല്ലെങ്കിൽ അതിനേക്കാൾ കടുത്ത ഒരു തിരിച്ചടി, ഒരു റിയാക്ഷൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു സൂചന ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് എന്തായാലും ഇന്ത്യൻ സർക്കാരിനെ സംബന്ധിച്ച് ആക്ട് ചെയ്യാൻ കഴിയാതിരിക്കില്ല. കാരണം ഡൊമസ്റ്റിക് ആയിട്ടുള്ള ആഭ്യന്തരമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഗവൺമെൻറ് ഭാഗത്തുണ്ട്. അത് ഇല്ല, പുൽവാമ അറ്റാക്കിൻ്റെ സമയത്തും അത് തന്നെയായിരുന്നു. ഒരുപക്ഷെ ഏതൊരു സർക്കാരിൻ്റെ മുകളിലും ഇതുപോലെ ഒരു ക്രൂഷ്യലായിട്ടുള്ള ടൈമിൽ അവർക്ക് ഈ സമ്മർദ്ദം ഉണ്ടാകാം. കാരണം ജനങ്ങളെല്ലാം ഉറ്റുനോക്കുന്നത്, പ്രത്യേകിച്ച് രാജ്യത്തോട് കൂറും സ്നേഹമുള്ള ജനങ്ങൾ ഉറ്റുനോക്കുന്നത് ഗവൺമെൻറ് എന്ത് ചെയ്യും എന്ന് മാത്രമല്ല, ഗവൺമെൻറ് തീർച്ചയായിട്ടും ശക്തമായ തിരിച്ചടി പാകിസ്ഥാന് കൊടുക്കണം എന്നുള്ള ഒരു പ്രതീക്ഷയിലും വിശ്വാസത്തിലാണ് ജനങ്ങൾ ഇപ്പോൾ ഉള്ളത്. അപ്പം അത് ഒരുപക്ഷെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഏതെങ്കിലും കടുത്ത നിലപാടുകൾ എടുത്തേ വരത്തുള്ളൂ. അത് പക്ഷേ നമുക്ക് ഇന്ന് കൊണ്ടോ നാളെ കൊണ്ടൊക്കെ അറിയത്തുള്ളൂ ഗവൺമെൻറ് നിലപാട് എന്തായിരിക്കും. അല്ലെങ്കിൽ ഗവൺമെൻറ് ഒരുപക്ഷെ എടുക്കാൻ പോകുന്ന ഓപ്പറേഷൻസ് സീക്രട്ടാണ്, അതൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഓൾറെഡി ഗവൺമെൻറ് നമ്മുടെ ഇപ്പോൾ പ്രതിരോധ മന്ത്രിയായാലും
നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ തന്നെ ആയാലും ശരി ശക്തമായിട്ടുള്ള ഭാഷയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ശക്തമായിട്ടുള്ള തിരിച്ചടി പാകിസ്ഥാന് കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ആം, പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ പറയാൻ കഴിയുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്നത് നെ അടിസ്ഥാനമാക്കി നമുക്ക് കാര്യങ്ങൾ നമ്മൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഹാവ് എ വണ്ടർഫുൾ ഡേ ആൻഡ് ഗുഡ് നൈറ്റ്.